നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞായിരിക്കും ഫെബ്രുവരി 26-നായിരിക്കും. എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ നമ്മുടെ കണക്കൂട്ടലിലൊക്കെ ശരിയാണെങ്കിൽ 26-ാം തീയതി ആയിരിക്കും അതിൻ്റെ ലോഞ്ച് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ്. പ്രൊഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഈ പറയുന്ന നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ബിഗ് ബോസ് ഇപ്പോൾ സീസൺ തുടങ്ങുമ്പോൾ ഏതാണ്ട് ഒരുവിധം പിന്നെ വൈറലായി നിൽക്കുന്ന സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ട് നിൽക്കുക, അവരെല്ലാവരും അവർ വിളിക്കും. അവരെന്നാൽ 10, 400, 500 പേരെയൊക്കെ ഇങ്ങനെ കോളുകൾ വിളിക്കും. ഈ കോളുകൾ വിളിച്ച് അല്ലെങ്കിൽ കോള് വിളിച്ചവരെല്ലാവരും ഇതിനകത്ത് ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതിനകത്ത് ഒരു 500 പേരെയൊക്കെ വിളിക്കും. കഴിഞ്ഞ വട്ടം എനിക്ക് 10, 400 പേരെയൊക്കെ അവർ ഫസ്റ്റ് കോളുകൾ വിളിച്ചിട്ടുണ്ടാവും. അതിൽ അവർ സോർട്ട് ചെയ്ത് പിന്നെ അത് കിട്ടുമോ കിട്ടില്ലേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കാം, അങ്ങനെയൊക്കെ ചാൻസ്. അപ്പം ഈ പറയുന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഈ പറയുന്ന കോളുകൾ പോയവരുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. കോളുകൾ പോയിട്ടുണ്ട്, ഇതിനകത്ത് കോളുകൾ പോയവരുടെ ലിസ്റ്റുണ്ട്. പിന്നെ എനിക്ക് വരണമെന്ന ആഗ്രഹമുള്ള കുറച്ചുപേരെ പേരും കൂടി ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മുടെ തിരക്കിൽ നിന്ന് തിരക്കി നമുക്ക് മനസ്സിലായ രീതിയിൽ കോളുകൾ പോയിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പേര് വരുന്നത് മറ്റാരുമല്ല, വീണ മുകുന്ദൻ്റെ പേരാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ എന്താണ് ബിഹൈൻഡ് വുഡ് ഐസിലുള്ള വീണ. അപ്പോൾ വീണ മുകുന്ദൻ്റെ കോള് പോയി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. വീണ മുകുന്ദൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് നമുക്കറിയാമല്ലോ, ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലൈവായിട്ട് നിന്നൊരു വ്യക്തിയാണ് വീണ മുകുന്ദൻ. ഇപ്പോൾ റീസെൻ്റായിട്ട് വീണ മുകുന്ദൻ്റെ ഈ പറയുന്ന അഖിൽ മാരാറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ വീണ മുകുന്ദൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. പിന്നീട് അഖിൽ മാരാർ പറയുന്നുണ്ട്, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു ജോലിയുള്ളവനായിരിക്കും, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജോലി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറാം, അതാണ് ബിഗ് ബോസ് എന്ന് പിന്നീട് അഖിൽ മാരാർ പറയുമ്പോൾ വീണ മുകുന്ദൻ അതിന് മറുപടിയായിട്ട് പറയുന്നത് അതാണ് എനിക്ക് പേടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നർത്ഥം വീണയ്ക്ക് എന്തായാലും കോള് പോയിട്ടുണ്ട്. ഇനി വീണയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസസ് വളരെ കൂടുതലാണ് കേട്ടോ. വീണയ്ക്ക് പിന്നെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ വീണയൊക്കെ സെലക്ട് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്ത് നമുക്ക് എപ്പോഴും പറയാറുള്ള, കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് എപ്പോഴും പറയാറുള്ള ഒരു പേരാണ് അനീഷ നായർ. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന റൈഡർ ഗേളാണ്, നമ്മുടെ പൂനെയിലുള്ള റൈഡർ ഗേളാണ്. ഏതാണ്ട് ഒരു 90% ഈ പറയുന്ന ലിസ്റ്റുകളിൽ ഒരു 90% വരെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പേരാണ് ഈ പറയുന്നവരാണ് അനീഷ നായരും വളരെ നല്ല, ഇത് ബിഗ് ബോസിനെ കുറിച്ച് അറിയാം, കക്ഷിക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാം. ഈ പറയുന്ന ഈവൻ ഹിന്ദി ബിഗ് ബോസിൽ വരെ ഓഡീഷൻ കഴിഞ്ഞ് നിന്ന ഒരു പെങ്കൊച്ചാണ്, കല്യാണം കഴിഞ്ഞതാണ്. പിന്നീട് എന്താണ്, അപ്പം അനീഷ നായർ എന്തായാലും റൈഡർ ഗേൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് നമുക്കറിയാം സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ പ്രാവശ്യം 2-3 കോളൊക്കെ പോയിട്ട് അവസാന ഘട്ടങ്ങളിൽ തടയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ പ്രാവശ്യം സീക്രട്ട് ഏജന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പ്രാവശ്യം കോള് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഷാലുപ്പയാണ്. അറിയാലോ, ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ ബിഗ് ബോസ് കാണുന്നവർ ആരും ഈ ഷാലുപ്പയാട്ടിനെ അറിയാതിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അത്രയ്ക്ക് വിവാദങ്ങളിൽ പെട്ട ഒരാൾ കൂടിയാണ് ഷാലുപ്പയാട്. ആ വിവാദങ്ങൾ കൊണ്ട് മാത്രമല്ല, ഈ പറഞ്ഞ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരാൾ, ഫിലിം ഇൻഡസ്ട്രി ആരാണ്, പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ്. അതും കൂടി നമ്മൾ പിന്നീട് ഒരു മാനദണ്ഡമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതുകൂടി നമ്മൾ കണക്കിലാക്കി കഴിഞ്ഞാൽ ഷാലുപ്പയാടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് കിട്ടുമെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമാണ്. കാരണം ഷാലുപ്പയാടിൽ നിന്ന് എന്തെങ്കിലും ഒരു കണ്ടന്റ് ചുമ്മാ എന്തായാലും ഒരിടത്തിരിക്കില്ല, എന്തെങ്കിലും വിവാദമെങ്കിൽ വിവാദം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, നമുക്കൊരു കണ്ടന്റ് കിട്ടും. നമുക്കതാണ് അൾട്ടിമേറ്റ് വേണ്ടത്. നമുക്ക് ആരോടും ശത്രുതയോ കാര്യങ്ങളൊന്നുമില്ല, ആരോടത്തും അമിതമായ സ്നേഹങ്ങളുമില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് തരണം, മനസ്സിലായില്ല. ഒരിടത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്നവരായിരിക്കരുത്. ഇതല്ല, ഈ പറഞ്ഞ വീണ ആയിക്കോട്ടെ, അനീഷ ആയിക്കോട്ടെ, സീക്രട്ട് ആയിക്കോട്ടെ, ഷാലുപ്പയാടൊക്കെ ഇവരൊക്കെ കണ്ടന്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വളരെ കൂടുതൽ. അവരൊക്കെ കണ്ടന്റ് തരുമെന്നുള്ള തർക്കമൊന്നുമില്ല, മനസ്സിലായല്ലോ. പിന്നെ ഉള്ളത് നമ്മുടെ രേവതിയാണ്. ബിഗ് ബോസ് മലു ടോക്സിലെ രേവതിക്കും കോള് പോയിട്ടുണ്ടെന്ന് അറിയാം. നമുക്കത് എന്താണ് പറയുന്നത്, നമ്മൾ ഒരു നോർമൽ സെൻസിൽ അല്ലെ, കോമൺ സെൻസിൽ നമുക്ക് ചിന്തിച്ച് മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യം കോള് പോലെ 1-2 കോള് പോയിട്ട് എടുക്കാത്തവരെയൊക്കെ ഈ വട്ടം അവർ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും അവർ വിളിക്കും. അവർ എന്ന് വെച്ചാൽ ഈ വട്ടം ഉറപ്പായിട്ടും അവർ അതിനകത്ത് കാണുമെന്നല്ല, അവർ ഉറപ്പായിട്ടും വിളിച്ചിരിക്കും. അതിൽ അവർ പിന്നെ ലാസ്റ്റ് സോർട്ട് ചെയ്ത് ചിലപ്പം ഈ പറയുന്ന രേവതിക്കും നല്ലൊരു അവസരം ഉണ്ടാകാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പോട്ടെ, നമ്മുടെയൊക്കെ ഈ റിവ്യൂസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഈ പറഞ്ഞ പോട്ടെ എന്നുള്ളതാണ്. റിവ്യൂസിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന രേവതിയുണ്ട്, അതുപോലെ തന്നെ അൻസിഫ് നമുക്കറിയാം, മൂൺലൈറ്റ് മീഡിയ, അവരെ നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇങ്ങനെ റിവ്യൂസിൽ നിന്ന് ഒരാൾ പോട്ടെ എന്നുള്ളത് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. രേവതി പോട്ടെ, രേവതിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ള രേഖ രതീഷാണ്. ഇത് കോള് പോയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇത് ഉറപ്പായിട്ടും രേഖ രതീഷിന് കോള് പോയിട്ടുണ്ടാവും. ഇതിനെനിക്കൊരു ക്ലാരിറ്റി ഇല്ല. ഞാൻ ആഗ്രഹിക്കുന്നു
രേഖ രതീഷ് എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ആർട്ടിസ്റ്റാണ്. വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് വന്നിറങ്ങും. കാരണം ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ സംസാരിക്കാനുള്ള കഴിവും ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാനുള്ള കഴിവൊക്കെ രേഖ രതീഷിൻ്റെ വന്നാൽ പുള്ളിക്ക് വന്ന് എനിക്ക് തോന്നുന്നു വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇല്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷിജോ ടാക്സ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട്. ഷിജോ ടാക്സ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ പിന്നീട് എന്താണ് പറയുന്നത് ഒരു ചാനലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല സജീവമായിരിക്കുന്ന ഷിജോ എന്ന് പറയുന്ന പുള്ളി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ദാസേട്ടൻ കോഴിക്കോട് നിങ്ങൾക്ക് അറിയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ക്രിയേറ്ററാണ്. അപ്പോൾ പുള്ളിയെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഈ പ്രാവശ്യം വിളിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് റിയ ഇഷയോ അല്ലെങ്കിൽ അമയ പ്രസാദോ ഈ പറയുന്ന ആരെങ്കിലും, ഇവർ രണ്ടിലും ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, ഈ രണ്ടുപേർക്കും കോൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ആരെങ്കിലും റിയ ഇഷ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നോക്കാം അടുത്ത. പിന്നെ പറയാം, നമുക്കിപ്പം ഈ റീസെൻ്റ് ആയിട്ട് വളരെ കോൺട്രവേഴ്സിയിൽ അകപ്പെട്ട് വളരെ എന്താണ് റീച്ചായി നിൽക്കുന്ന രണ്ടുപേരാണ്. ഏതാണ് ജാസ്മിൻ ജാഫറും അസ്ല മേളിയായിട്ടുള്ള ഇഷ്യൂസ്. രണ്ടുപേരും അറ്റ സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോൾ അടിച്ച് പിരിഞ്ഞ് രണ്ട് സ്ഥലത്തോട്ടേക്കാണ്. അതിൽ ഈ പറയുന്ന അസ്ല ഇപ്പം ഹസ്ബൻഡിൻ്റെ കൂടെ ലണ്ടനിലോ അങ്ങോട്ട് എവിടെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചാൻസസ് കുറവായിരിക്കാം. പക്ഷേ ജാസ്മിൻ ജാഫറിന് കോൾ പോയി എന്നറിയുന്നു. ജാസ്മിൻ ജാഫർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കേട്ടോ. ചിലപ്പോൾ ഈ രണ്ടുപേര് വരാനുള്ള ചാൻസ്, കാരണം ബിഗ് ബോസ് ആണ്, രണ്ടുപേരെയും കൊണ്ടിട്ട് ഒരു അടി പ്രതീക്ഷിച്ചൊക്കെ കൊണ്ടിട്ടും പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. അസ്ലയും ജാസ്മിനും വന്ന് അവർ തമ്മിലടിക്കാൻ പോലും അവർ തമ്മിൽ വീണ്ടും പഴയ പിന്നെ എന്താ പറയുക കൂടെ എന്നേ ഉള്ളൂ, വലിയ അടിയും നടക്കാൻ ചാൻസ്. പക്ഷേ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫയറുള്ള കൊച്ചാണ്, മനസ്സിലാവും. ഉരുളക്കുപ്പേരിയുള്ള മറുപടി കൊടുക്കാൻ അറിയാമെന്നുള്ള ഒരു കൊച്ചാണ്. പക്ഷേ അസ്ല കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു കൊച്ചാണ്. അത്രയ്ക്ക് ഉരുളക്കുപ്പേരി മറുപടി കൊടുക്കാനുള്ള ഒരു എന്താ പറയുക ആ ഒരു ടൈപ്പിലെ കൊച്ചാട്ടാണ് എനിക്ക് ഫീൽ ചെയ്തില്ല, അങ്ങനെ അറിയത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര, നമ്മുടെ ആങ്കറൊക്കെ ലക്ഷ്മി നക്ഷത്ര വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജീവാൻ നമ്പ്യാർ കഴിഞ്ഞ പ്രാവശ്യം ഓഡീഷനൊക്കെ കഴിഞ്ഞ് പിന്നെ അവസാന നിമിഷം തഴയപ്പെട്ട പിന്നെ ജീവാൻ നമ്പ്യാർ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ യാദിൽ ഇക്ബാൽ കഴിഞ്ഞ പ്രാവശ്യം ഓഡീഷന് പോയത് നമുക്ക് ഫുട്ബോൾ പ്രേമിയായ യാദിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മുകേഷ് നായർ നമുക്കറിയാമല്ലോ, മല്ലു JD, പുള്ളിയും കഴിഞ്ഞ പ്രാവശ്യം ഓഡീഷന് പോയി. കഴിഞ്ഞ നമ്മൾ പ്രൊഡ്യൂഷൻ ലിസ്റ്റിലൊക്കെ ഒരുപാട് ഇട്ടതാണ്. പിന്നെ പുള്ളിക്ക് ഈ പറയുന്ന മധ്യമമില്ലാതെ പുള്ളിക്ക് അവിടെ ഇങ്ങനെ 2-3 മാസം നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി വരുമെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ പുള്ളി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇതൊക്കെയാണ് ഒരുപാട് പേരുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രൊഡിഷൻ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രൊഡിഷൻ ലിസ്റ്റ് ഇട്ട ഓൾമോസ്റ്റ് ഒരു 99% ആൾക്കാരും വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വെറുതെ വായിൽ നിന്ന് അടുത്ത് ഒരു പ്രൊഡിഷൻ ലിസ്റ്റിൽ ഇട്ടില്ല. ഒരു കോളെങ്കിലും പോയവരെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രൊഡിഷൻ ലിസ്റ്റിൽ നമ്മൾ കൊണ്ടുവന്നത്. അതിനകത്ത് ഒരു 60-70% ആൾക്കാർ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള 30% ഉണ്ടെങ്കിൽ അവരെയൊക്കെ കോൾ പോയിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ കോൾ പോയി എന്നുള്ള അർത്ഥം ഈ പറയുന്ന സെലക്ട് ആയി എന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഈ പറഞ്ഞ ഈവൻ കഴിഞ്ഞ പ്രാവശ്യം പോയേക്ക് പറഞ്ഞ ആഴ്ച 3-4 ദിവസം മുമ്പ് വരെയൊക്കെയാണ് ഈ പറഞ്ഞ കൺഫർമേഷൻ കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് ജോലി വരെ ഉപേക്ഷിക്കുന്നവർ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം അവരെ റിജക്റ്റ് ചെയ്യപ്പെട്ടു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.